ഹായ് ഹലോ എല്ലാവർക്കും ഡി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 22ാമത്തെ ആരി ക്ലാസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ മാറ്റ് ഫില്ലിംഗ് സ്റ്റിച്ചാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ 5 സെൻറ്റിമീറ്റർ നീളത്തിലും വീതിയിലും ഒരു സ്ക്വയർ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ലൈനുകൾ, അതായത് 1 2 3 4 എന്ന് പറഞ്ഞ് അങ്ങനെയും അടയാളപ്പെടുത്തി ഇതായി കാണുന്നത് പോലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്താ ഇതുപോലെ തന്നെ ഈ നീളനെ ഇങ്ങനെ നീളത്തിൽ നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളിങ്ങനെ നീളത്തിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലൈൻ വരയ്ക്കുന്നത് ശേഷം എന്താ ഈ കാണുന്നത് പോലെ തന്നെ അവിടെയും നമ്മൾ ഇതുപോലെ 1 2 3 4 അങ്ങനെ അടയാളപ്പെടുത്തിയ ശേഷം എന്താ കണ്ടോ, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വരച്ചു കൊടുക്കുന്നു. ഇനി അടുത്ത ലൈൻ വരയ്ക്കുന്നത് ഈ രണ്ടെണ്ണത്തിൻ്റെയും 2 ലൈനിൻ്റെയും സെൻറ്റർ ലൈൻ കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ഫുള്ളായിട്ടും വരച്ചെടുക്കുന്നത്. ഇങ്ങനെ അതായത് ആദ്യം നമ്മൾ ഏത് ലൈനാണോ വരയ്ക്കുന്നത് അതിൻ്റെ സെൻറ്ററിൽ അങ്ങനെയാണ് താഴേക്കും വരുന്നത് കണ്ടോ. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ടും വരച്ചെടുക്കുന്നുണ്ട് കണ്ടോ. ഇതുപോലെ ഫസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം കൺഫ്യൂഷൻ ആയേക്കാം. ഒന്നും കൂടെ നോക്കിയതിന് ശേഷം ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇത് വരയ്ക്കാതെയും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ വരച്ച് ചെയ്യുന്നതാണ് നല്ലത്. പിന്നീട് അല്ലെങ്കിൽ നമ്മളെ അതായത് നീളനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ലൈനുകളുടെ എണ്ണം നോക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായി കിട്ടും. ലീഫൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ ഡിവൈഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വീട് പണിക്കൊക്കെ ചുടുകല്ലൊക്കെ വയ്ക്കില്ലേ, അതേ രീതിക്കാണ് ഇത് വരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. കണ്ടോ, ഇങ്ങനെ ഇതുപോലെ ലോക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന ലൈനിൽ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നു. അടുത്ത ലൈനിലേക്ക് പോകുന്നു. ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ടും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കണ്ടോ. ഇതുപോലെ അടുത്ത ലൈനിൽ പോകുന്നു. ഇതുപോലെ സിൽക്ക് ത്രെഡ് ഡബിൾ ലെയറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് ഇനി ഇവിടെ ഒരു ലോക്ക് കൊടുത്തിട്ട് വേണം നമ്മൾ തിരിക്കാൻ വേണ്ടിയിട്ട്. സൈഡിലായിട്ട് ഒരു ലോക്ക് കൊടുത്ത് തിരിച്ച് നമ്മൾ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നു. ഇപ്പോൾ കാണിച്ചതുപോലെ തന്നെയാണ് മുകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് കണ്ടോ, ഇതുപോലെ. അപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇനി എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് അടുപ്പിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റിച്ചിനിടയിൽ ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് അത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നന്നായിട്ട് അടുപ്പിച്ച് തന്നെ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ വേറെ ഇതൊന്നുമില്ല, നമ്മുടെ സാധാ ചെയിൻ സ്റ്റിച്ച് അറിയാമെന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ച് തന്നെയാണിത്. ഇതിൽ ഡിഫറൻറ്റ് വരുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ലീഫിലും ബാക്കി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതെന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതിലെല്ലാം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കണ്ടോ. ഇതുപോലെ വീണ്ടും ലോക്കും സ്റ്റിച്ചും കൊടുത്ത ശേഷമാണ് മുകളിലേക്ക് എടുക്കുന്നത്. വീണ്ടും ലോക്ക് സ്റ്റിച്ചും കൊടുത്ത് താഴേക്ക് ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആ ലൈൻ ലാസ്റ്റായിട്ട് വരച്ചിരിക്കുന്ന ആ ലൈൻ വരെയും അങ്ങനെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുക്കുന്നു. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഡബിൾ കളറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ എളുപ്പത്തിന് വേണ്ടി. അതായത് ഇനി അടുത്ത് ഞാൻ ഈ ലൈൻ കഴിഞ്ഞിട്ട് ചെയ്യുന്നത് അടുത്ത കളറായിരിക്കും. അപ്പോൾ അങ്ങനെ ഇടവിട്ട് 2 കളറും കൂടെ മാറിയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ മെറൂൺ കളർ വെച്ചിട്ടാണ് അടുത്ത സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ സെൻറ്ററിലാണ് കണ്ടോ, ഇതുപോലെ സെൻറ്ററിൽ വരുമെന്നേ ഉള്ളൂ. ഇത് ലോക്കിട്ട് നമ്മൾ സാധാ ഇത് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഫുള്ളായിട്ടും കണ്ടോ ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ കളറായിട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും, നമ്മൾ ലൈൻ ഇട്ടത് എന്തുകൊണ്ടാണെന്ന്. ഇതേ മെത്തേഡിൽ തന്നെ ബാക്കിയെല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നു. ഇതും ആ ഇട്ടിരിക്കുന്ന ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വയലറ്റ് കളർ ത്രെഡ് എടുത്ത് അടുത്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 2 കളറും കൂടെ മാറിയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതാണ് മാറ്റ് ഫില്ലിംഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത്.
ഇപ്പം നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്, കണ്ടോ? അപ്പോൾ ഇനി ഇതിൽ ചെയ്യുന്നത് ഒന്നുകിൽ ഇതിന് ചുറ്റിനും നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ ബീഡ്സോ സർദൂസിയോ എന്തെങ്കിലും വെച്ച് കവർ ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ ഇവിടെ ബീഡ്സാണ് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിന് ചുറ്റിനും 4mm ബീഡാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് 2mm ബീഡോ അല്ലെങ്കിൽ ഷുഗർ ബീഡ്സോ എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഓരോന്നോരോന്ന് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി ഇത് ഫുള്ളായിട്ടും കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നു. ഈ ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ്. നമുക്ക് സർദൂസി അങ്ങനത്തെ ഐറ്റംസ് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇവിടെ ഈ ബീഡ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ മാറ്റ് ഫില്ലിംഗ് സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന് തുറന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.